മികച്ച നേട്ടം നൽകി പോന്ന സ്വർണം കൂടുതൽ അനിശ്ചിത ഘട്ടത്തിലേക്ക്. വില ഉയർച്ചയ്ക്ക് ശേഷം ചാഞ്ചാട്ടം കാണിക്കുന്നതിനാൽ സുരക്ഷിത നിക്ഷേപമെന്ന വിശ്വാസത്തിന് ചെറിയ തിരിച്ചടി. ഫെഡറൽ ബാങ്ക് പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യത മങ്ങി. സ്വർണത്തിന് ഇനി കാത്തുനിൽപ്പിന്റെ കൂളിംഗ് ഓഫ് കാലമെന്ന് ASK പ്രൈവറ്റ് വെൽത്ത്. ബുള്ളിഷ് ട്രെൻഡ് മാറി ന്യൂട്രൽ. പൊതുമേഖലാ ബാങ്ക് ഓഹരികൾ ഇടിവിൽ. പ്രതീക്ഷിത വായ്പാ നഷ്ടമെന്ന ECL മോഡൽ അടുത്ത ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാനുള്ള റിസർവ് ബാങ്ക് തീരുമാനം ഒരു കാരണം. ഭാവിയിൽ മോശമാകാവുന്ന വായ്പകൾക്കായി മുൻകൂട്ടി നീക്കിയിരിപ്പ് വയ്ക്കണം. ഇത് ലാഭം കുറയ്ക്കും. ബോണ്ട് വരുമാനം കൂടി. ക്രൂഡ് ഓയിൽ സൃഷ്ടിക്കുന്ന പണപ്പെരുപ്പം ലാഭം കുറയ്ക്കും. വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം, ലാഭമെടുപ്പ്, നയ അനിശ്ചിതത്വങ്ങൾ എന്നിവ മറ്റു കാരണങ്ങൾ. പാചകവാതക സിലിണ്ടറുകളുടെ വിലയും വിതരണ രീതിയും പരിഷ്കരിക്കാൻ നീക്കം. മെയ് 1 മുതൽ ഗ്യാസ് ബുക്കിംഗ്, വിതരണ രീതികളിൽ മാറ്റം വന്നേക്കുമെന്ന് റിപ്പോർട്ട്. ബുക്കിംഗ് ഇടവേള കൂടാൻ സാധ്യത. OTP ഇല്ലാതെ സിലിണ്ടർ ഇല്ല. സബ്സിഡിയും പുതിയ നിയന്ത്രണങ്ങളിലേക്ക്. US ഇറാൻ ചർച്ച നീളുകയും ഹോർമുസ് കടലിടുക്കിലെ ചരക്ക് നീക്ക ആശങ്ക തുടരുകയും ചെയ്യുന്നതിനാൽ ക്രൂഡ് ഓയിൽ വിലയിൽ കുതിപ്പ്. ബ്രന്റ് ക്രൂഡിന് ബാരലിന് $110. വിലയിൽ അനിശ്ചിതത്വം തുടരും. അമേരിക്കൻ ഓഹരി വിപണി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലൂടെ മുന്നോട്ട്. വിപണി ഹാപ്പി, എന്നാൽ നിക്ഷേപകർ ഇടിവിന്റെ ടെൻഷനിൽ. ഓഹരികൾ ഓവർ വാല്യുവേഷനിൽ. US കൺസ്യൂമർ കോൺഫിഡൻസ് താഴ്ന്ന നിലയിൽ. വിപണി തിരുത്തൽ ഘട്ടത്തിലേക്കെന്നും ഇന്ത്യക്ക് അവസരമാകാമെന്നും സൂചന. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.